നമസ്കാരം. പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവന്തികയുടെയും അനിയുടെയും വിവാഹ നിശ്ചയം ഉറപ്പിച്ചു. അനിക്ക് മനസ്സോടെയാണെങ്കിൽ കൂടി വിവാഹ നിശ്ചയത്തിന് ഇറങ്ങാണ് കേട്ടോ. ആദർശിൻ്റെയും മുത്തശ്ശൻ്റെയും എല്ലാം നിർബന്ധപ്രകാരം. പക്ഷേ അങ്ങനെ അനി ഇറങ്ങുന്ന സമയത്തും അവന്തിയുടെ കയ്യിൽ മോതിരം ഇട്ടുകൊടുക്കുന്ന സമയത്തും ആ വിവാഹ നിശ്ചയം മുടങ്ങി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ അവരുടെ കൂടെയുണ്ട്. അത് നവ്യാണ് കേട്ടോ. നവ്യ നേരത്തെ തന്നെ കരുക്കൾ നീക്കി വെച്ചിരിക്കുകയായിരുന്നു ഈ വിവാഹ നിശ്ചയം മുടക്കാനും അനിയും അവന്തികയുമായിട്ടുള്ള വിവാഹം നടക്കാതിരിക്കാനും. അവന്തിക ചതിക്കുകയാണെന്നുള്ള വിവരം നവ്യക്ക് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ ഒരുത്തി അനിക്ക് ഭാര്യയായിട്ടുണ്ടാവരുതെന്നും അവന്തിക കാരണം അനിയുടെ ജീവിതം തകരരുത്, അനി നല്ലൊരു പയ്യനാണെന്നും ഒക്കെ നവ്യ വിചാരിച്ചിട്ട് നവ്യ ചെറിയ കളികളൊക്കെ കളിക്കുന്നത് കൊണ്ട് തന്നെ അവന്തികയുടെ വിവാഹ നിശ്ചയം മുടങ്ങുകയാണ് ചെയ്യുന്നത്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നവ്യ ഉടനെ തന്നെ ഫോൺ എടുക്കുകയാണ് കേട്ടോ. ഫോൺ എടുത്തതിന് ശേഷം ഒരു മെസ്സേജ് അയക്കുകയാണ്. അത് മറ്റാർക്കുമല്ല ആ മെസ്സേജ് അയക്കുന്നത്, അത് അനാമികയ്ക്കാണ് കേട്ടോ. അപ്പം അനാമികയ്ക്ക് മെസ്സേജ് ചെല്ലുകയാണ്, അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയമാണ്, അതുകൊണ്ട് തന്നെ അത് മുടക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അനിയിൽ നിന്നൊരു കോമ്പൻസേഷനും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം അനാമികയെ അറിയിക്കുകയാണ് നവ്യ. അങ്ങനെ അനാമിക ഉടനെ വേണുവും രേവതിയുമായിട്ട് ചർച്ചകൾ നടത്തുക. അപ്പോൾ വേണുവും രേവതിയും പറയുന്നുണ്ട്, അത് നേരാ, ആരാണ് ഈ മെസ്സേജ് ഇട്ടതെങ്കിലും അത് സത്യമായ കാര്യമാണ്. അടുത്ത ദിവസം അവരുടെ ആ വിവാഹ നിശ്ചയം നടക്കാൻ പാടില്ല. അനി ഇപ്പോഴും നിന്റെ ഭാര്യ തന്നെയല്ലേ എന്ന് വേണു ചോദിക്കുമ്പം അനാമിക പറയാ, ശരിയാ, പക്ഷേ വിവാഹ നിശ്ചയം നടന്നോട്ടെ എന്നാണ് നവീൻ പറയുന്നതെന്ന് പറയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, നവീൻ വക്കീൽ അങ്ങനെ പലതും പറയും. നവീൻ വക്കീൽ പറയുന്നതിനൊപ്പം നമ്മൾ തുള്ളാൻ നിന്നാൽ അത് ശരിയാവില്ല. നവീൻ വക്കീൽ നമ്മുടെ വക്കീലല്ല, അനിയുടെ വക്കീലാണ്. അതുകൊണ്ട് അനിയെ രക്ഷിക്കാൻ മാത്രമേ അവർ നോക്കുകയുള്ളൂ, നിന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനും. അപ്പം അനാമിക പറയുന്നുണ്ട്, ഇല്ലച്ച, അങ്ങനെയൊന്നും ചെയ്യില്ല. നവീൻ വക്കീൽ എനിക്ക് സപ്പോർട്ടായിട്ടാണ് പറയുന്നത്. എങ്ങനെയെങ്കിലും അനന്തപുരിയിൽ നിന്ന് കുറച്ച് കോമ്പൻസേഷൻ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നതെന്ന് പറയുമ്പം രേവതി പറയാം, മോളെ, ഇവൻ നിന്നെ ചതിക്കുന്നത് തന്നെയാണ്. നമുക്ക് ഈ അവസ്ഥയിൽ കുറച്ച് കോമ്പൻസേഷൻ കിട്ടിയാൽ അതൊക്കെ കൊള്ളാം. ഇതോടുകൂടി അതെല്ലാം അവസാനിക്കുകയില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അനിയും അവരുടെ കുടുംബത്തിലെ തന്നെ അവന്തികയുമായിട്ടുള്ള വിവാഹം നടന്നാൽ പിന്നെ നമുക്കെന്താ അവിടെ ഒരു വിലയുള്ളത്? വിവാഹം നടക്കുന്നത് നിയമപരമായിട്ട് തെറ്റ് തന്നെയാണ്, പക്ഷേ അത് എങ്ങനെ ശരിയാവുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനാമികയും ആലോചിച്ചിട്ട് പറയാം, ശരിയാ, നിയമപരമായിട്ട് അത് തെറ്റ് തന്നെയാണ്. ഞാനിപ്പോഴും അനിയുടെ ഭാര്യയായിട്ടിരിക്കുമ്പം അനി മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതും കയ്യിൽ മോതിരമിട്ട് കൊടുക്കുന്നതും ഒന്നും ശരിയായ നടപടിയല്ല. അത് തടയണം. അപ്പം വേണു പറയാം, തടയണം, അവൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ അവൻ ചെയ്യുന്നതുകൊണ്ട് നിനക്കോ എനിക്കോ ഒന്നും ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഡിവോഴ്സിൻ്റെ കാര്യത്തിലും കോമ്പൻസേഷൻ്റെ കാര്യത്തിലും ഒക്കെ പ്രശ്നം ഉണ്ടാവും. അത് തന്നെയല്ല, ആ അനന്തമൂർത്തിയും മറ്റുള്ളവരൊക്കെ എന്ത് ചിന്തിച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? നമ്മൾ ആ കോമ്പൻസേഷൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പം അയാൾ എൻ്റെ കർണത്തടിച്ച് വിടുക ചെയ്തത്. എന്നിട്ട് ഇങ്ങനത്തെ നെറുകേട് കാണിക്കാൻ അനന്തമൂർത്തിക്ക് എങ്ങനെ തോന്നുന്നു? അത് അവിടെ ചെന്ന് തടയുക തന്നെ ചെയ്യണം. നമുക്ക് അങ്ങോട്ട് പോകണമെന്ന് പറയാണ്. അപ്പം ഉടനെ അനാമികയും പറയാം, ശരിയാ, നമുക്ക് അങ്ങോട്ട് പോകണം. അവിടെ ചെന്ന് ആ വിവാഹ നിശ്ചയം മുടക്കണം. മാത്രമല്ല പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്യണമെന്ന് പറയണം. അപ്പോൾ വേണു പറയാം, ശരിയാ, നമുക്ക് പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കണം. ആ നന്ദു, അവളല്ലേ SI, അവക്കും അനിക്കും തമ്മിൽ നല്ല ബന്ധത്തിലാണല്ലോ. അനിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആ നന്ദു. അങ്ങനെയുള്ളപ്പം ഈ വിവാഹ നിശ്ചയം മുടങ്ങി കാണാൻ നന്ദു ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പം നന്ദുവിന് തന്നെ നമുക്ക് പരാതി കൊടുക്കാം. നമ്മൾ അവിടെ ചെന്ന് തടയാൻ ശ്രമിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പോലീസ് വന്ന് ഇടപെട്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കണം എന്ന് പറയാം. അപ്പം ഉടനെ അനാമികയും പറയാം, ശരിയാ, നമുക്ക് നേരെ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറയണം. അങ്ങനെ അവർ സ്റ്റേഷനിൽ ചെല്ലാണ്. സ്റ്റേഷനിൽ ചെന്ന് നന്ദുവിൻ്റെ അടുത്ത് ചെന്ന് അനാമിക സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നന്ദു, ഇതൊന്നും അറിയാതല്ലോ, നിങ്ങൾ നിയമം പാലിക്കേണ്ടവരല്ലേ, എന്നിട്ട് നിങ്ങൾ ഇതിനൊന്ന് കൂട്ടു നിൽക്കുന്നത് ശരിയായ കാര്യമാണ്. ഓ, നിൻ്റെ ചേച്ചിമാരെയൊക്കെ വിവാഹം കഴിച്ച് വിട്ടിരിക്കുന്ന വീടല്ലേ അനന്തപുരി, അവർക്ക് പണമുള്ളത് കൊണ്ട് എന്ത് തോന്നിയാസം ചെയ്യാവുന്നതായിരിക്കുമല്ലോ, അതിനൊക്കെ നിന്നെപ്പോലെയുള്ള പോലീസുകാരെ കൂട്ടു നിൽക്കുമല്ലോ എന്ന് ചോദിക്കുക. അപ്പം ഉടനെ നന്ദു പറയുന്നുണ്ട്, അല്ല അനാമികയ്ക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ വേണു പറയുന്നുണ്ട്, അല്ല ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിനക്കറിയാവുന്ന കാര്യം തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദു പറയുന്നുണ്ട്, നീ എടി എന്നുള്ള വിളിയൊന്നും ഇവിടെ വേണ്ട. നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അതിനൊപ്പം ഞാൻ നിൽക്കും, അല്ലാതെ എനിക്ക് മറ്റാരെയും സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പം
വേണു പറയാം ശരിയാ, SI മാഡം ഒരു കാര്യം ചെയ്യണം. എന്താന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ അറിയാലോ, അനി ഇപ്പോഴും ഇവളുടെ ഭർത്താവാണ്, നിയമപരമായിട്ട് മാത്രം. അങ്ങനെ ഒരു നിയമപരമായിട്ട് ഡിവോഴ്സ് കിട്ടാത്തിടത്തോളം കാലം അവൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നതോ മോതിരം മാറ്റം നടത്തുന്നതൊന്നും ശരിയല്ലെന്ന് അറിയില്ലേന്ന് ചോദിക്കാം. അപ്പോഴേക്കും പെട്ടെന്ന് നന്ദുവിൻ്റെ നെഞ്ചിൽ ഒരു തീയാളാണ് കേട്ടോ. കാരണം നന്ദുവിൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട്. അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയം നടക്കുന്ന ദിവസം നന്ദു ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇവിടെ വന്ന് അനാമിക പറയുന്നതും കേട്ടോ. അപ്പോൾ ഉടനെ അനാമിക പറയുന്നുണ്ട്, അത് നന്ദു ഒരു കാര്യം ചെയ്യണം. നമ്മൾ തമ്മിൽ പല ശത്രുതകളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അനിയുടെ ഭാര്യയായിട്ട് ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല. പക്ഷെ നീ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയാം. എനിക്ക് നിന്നോട് താല്പര്യം എന്നറിയാം. അവന്തികയുമായിട്ടുള്ള വിവാഹത്തിന് താല്പര്യമില്ലെന്നും അറിയാം. പക്ഷേ എനിക്ക് ഇനി ഭാര്യയായിട്ടൊന്നും വേണ്ട. ഡിവോഴ്സൊക്കെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടണം. ഞങ്ങൾക്ക് ഇപ്പോൾ ജീവിച്ച് പോകണമെങ്കിൽ ആ കോമ്പൻസേഷൻ കിട്ടാതെ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കാത്തു പോകുന്നത്. ഇതിപ്പം എല്ലാം തകിടം മറിയുന്ന അവസ്ഥയാണ്. വിവാഹ നിശ്ചയം അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവന്തികയുമായിട്ടുള്ള വിവാഹ നിശ്ചയം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അനിക്ക് എന്താണ് ഞങ്ങൾക്ക് കോമ്പൻസേഷൻ തരാതെ ഒഴിവാക്കാൻ പറ്റും. പക്ഷെ അത് നിയമപരമായിട്ട് തെറ്റല്ലേ എന്ന് ചോദിക്കുകയാണ്. നന്ദു പറയാ ശരിയാ, നിങ്ങളൊരു പരാതി എഴുതി തന്നോളൂ, ഞാൻ അന്വേഷിക്കാമെന്ന് പറയാം. അപ്പം വേണു പറയുന്നുണ്ട്, അല്ല മേഡം അവിടെ ചെന്ന് ഇടപെടുമോ? ആ വീട്ടുകാരും ഒക്കെ ആയിട്ട് മേഡത്തിന് നല്ല ഇടപെടലായതുകൊണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടുമെന്നൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല എന്ന് പറയാം. ഉടനെ നന്ദു പറയുന്നുണ്ട്, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കാതിരിക്കേണ്ട, ഞാൻ നീതിയുടെയും ന്യായത്തിൻ്റെയും ഭാഗത്ത് മാത്രമേ നിൽക്കുള്ളൂ എന്ന് പറയാം. അങ്ങനെ അവർ പരാതി എഴുതി കൊടുക്കുകയാണ്. എഴുതി കൊടുത്തിട്ട് അവർ നേരെ വിചാരിക്കുക, ഇപ്പോൾ അവിടെ വിവാഹ നിശ്ചയം നടക്കാൻ പോകില്ലേ, അങ്ങോട്ട് തന്നെ പോകാമെന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. അതേ സമയത്ത് അനന്തപുരിയിൽ വിവാഹ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുകയാണ്. അനിക്കാണെങ്കിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. അവന്തികയാണെങ്കിൽ ഇങ്ങനെ കാത്തു കണ്ണും കെട്ടി ഇരിക്കുക. അവന്തിക നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. അതേസമയം നവ്യയ്ക്ക് ആകെ വെപ്രാളം കേട്ടോ. നവ്യ അബിയുടെ അടുത്ത് ചെന്നേച്ച് ചോദിക്കുന്നുണ്ട്, അബി ഇത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നാന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയുക, അതെന്നാ നീ ഇപ്പം അങ്ങനെ പറയുന്നത്? അനി നല്ല പയ്യനല്ലേ, അവന്തികയ്ക്ക് ഇതിലും നല്ല ബന്ധം എവിടെന്നെങ്കിലും കിട്ടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അപ്പം നവ്യ പറയുക, അവന്തികയ്ക്ക് ചിലപ്പം ഇതിലും നല്ല ബന്ധമൊക്കെ കിട്ടുമായിരുന്നു. എന്തായാലും അനി ഒരു രണ്ടാം കെട്ടുകാരനല്ലേന്ന് ചോദിക്കുക. അപ്പം ഉടനെ പറയുന്നുണ്ട് അബി, അതെ രണ്ടാം കെട്ടുകാരനോ മൂന്നാം കെട്ടുകാരനായാലും അവൻ ഈ അനന്തപുരിയിലെ പകുതിയോളം സ്വത്തിന് അവകാശി അനിയ. അങ്ങനെയുള്ള അനിയെ എൻ്റെ പെങ്ങളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവക്കുള്ള വീതവും അനിയുടെ വീതവും എല്ലാം ഇവിടെ തന്നെ കിടന്നോളും. അനന്തപുരി രാജ്ഞിയായിട്ട് വാഴാം അവന്തികയ്ക്ക്. അതുകൊണ്ടാണ് അവളിപ്പോൾ ഈ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നതും. പിന്നെ അനി MD ആയിട്ട് കൂടി ഇരിക്കുകയായിരുന്നെങ്കിൽ അവൾക്കൊന്നുകൂടി സന്തോഷമായേനെ. അവളുടെ പല കൂട്ടുകാരോടും അവൾ പറഞ്ഞിരുന്നു അവളെ വിവാഹം കഴിക്കാൻ പോകുന്നത് മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആണെന്ന്. പക്ഷേ എന്ത് ചെയ്യാം, ആദർശ് തിരിച്ചെത്തിയപ്പോഴേക്കും ആ MD സ്ഥാനം അനി ഒഴിഞ്ഞ് ആദർശിന് കൊടുത്തു. അതിൻ്റെ ഒരു വിഷമം അവന്തികയ്ക്കുണ്ട്. എന്നാലും കുഴപ്പമില്ല, അനി അവൾ മനസ്സിൽ കണ്ടതല്ലേ, അനിയെ തന്നെ അവൾ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ അബി പറയുക, അബിയോട് നവ്യ പറയുക, അതങ്ങനെ വരുള്ളൂ, അല്ലേലും നിന്നെയും നിൻ്റെ അമ്മയൊന്നും അവൾക്ക് താല്പര്യമില്ലല്ലോ, അവൾ നമ്മുടെ കൂടെ ഒന്നും അല്ലല്ലോ നിൽക്കുന്നത്, അവൾ മുത്തശ്ശിയും പറയുന്നില്ല, ആണ് ഇവിടെ പ്രതി ചലിക്കുകയല്ലെന്ന് പറയുക. അപ്പോൾ അബി പറയുക, അതൊക്കെ നിൻ്റെ തോന്നലാ നവ്യേ, നീ മനസ്സിലാക്കിക്കോ ഒരു കാര്യം, അവന്തികയെ എന്നെക്കാളും എൻ്റെ അമ്മയെക്കാളും ഒക്കെ വിളച്ചിൽ പിടിച്ച ആൾ തന്നെയാണ്. അവളിപ്പോൾ അവരുടെ കൂടെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലേ അവൾ നമ്മുടെ ഒപ്പമാണ്. അത് നിനക്ക് പിന്നീട് മനസ്സിലാവും. നമുക്ക് വേണ്ടി കൂടിയാണ് ഈ വിവാഹ നിശ്ചയം അവൾ നടത്തുന്നത് എന്ന് പറയുക. അപ്പോൾ ഉടനെ നവ്യ അത്ഭുതത്തോട് ചോദിക്കുകയാണ്, ആണോ അവധിക്ക് നമ്മുടെ ഒപ്പമാണോ? എന്നാൽ കുഴപ്പമില്ല, അപ്പം ചെറുതായിട്ട് അനിയൊന്ന് ചതിക്കുകയാണല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയുക, അതെ ചെറുതായിട്ടല്ല, നല്ല രീതിയിൽ തന്നെ ചതിക്കുക. എന്നിട്ട് വേണം ഇവിടെയുള്ള അഹങ്കാരികൾക്കൊക്കെ ഒരടി കൊടുക്കാനായിട്ട്. ഈ വിവാഹം ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് പറയുക. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, വിവാഹം നടത്താൻ പറ്റുമോ അബി? അനാമിക അവളുമായിട്ടുള്ള ഡിവോഴ്സൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. ആ ഡിവോഴ്സ് കിട്ടിയാൽ മാത്രമല്ലേ ഉള്ളൂ ഈ വിവാഹത്തിന് സാധ്യതയുള്ളൂ. അനാമിക ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ എന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയുക, അനാമിക ഇവിടെ വന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകുന്നൊന്നുമില്ല. പോരാത്തതിന് മുത്തച്ഛനല്ലേ മുമ്പിൽ നിന്ന് ഇത് നടത്തുന്നത്. അങ്ങനെ മുത്തച്ഛൻ മുമ്പിൽ നിന്ന് ഇങ്ങനൊരു കാര്യം നടത്തുമ്പം ഇവിടെ വേണുവോ അനാമികയോ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ അവർ വെറുതെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മളതൊന്നും ഓർത്ത് പേടിക്കൊന്നും വേണ്ട. നമ്മൾ ഇതിനൊക്കെ അങ്ങ് കൂട്ട് നിന്നാൽ മതി. കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് പോകും. നമുക്ക് പോസിറ്റീവായിട്ടേ എല്ലാ കാര്യങ്ങളും വരുള്ളൂ എന്ന് പറയാണ് കേട്ടോ.
അതേസമയം അവന്തിക ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ജലജ അടുത്തില്ല. ജലജ എന്ന് വെച്ച് പറയുന്നുണ്ട്, മോളെ നീ നന്നായിട്ട് ഒരുങ്ങിക്ക് ഇറങ്ങിക്കോണം. എന്തായാലും ദേ ആ അനിയെ നീ വിവാഹം കഴിക്കാൻ പോകുന്ന നല്ല കാര്യമാണ്. ആ സ്വത്തുക്കളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുമല്ലോ. പിന്നെ അവനെ ഗംഭീര സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തത് എനിക്ക് എത്ര പിടിച്ചില്ല എന്ന് പറയാം. അപ്പം അവന്തിക്ക് പറയുന്നുണ്ട്, അമ്മ ഇപ്പം അതൊന്നും മിണ്ടണ്ട. ഞാനതൊന്നും കണ്ടിട്ടൊന്നും അല്ല അനിയേട്ടനെ വിവാഹം കഴിക്കുന്നത്. സ്വത്തും പണവും മാത്രം നോക്കി ജീവിക്കാൻ പറ്റുന്ന കാര്യമാണോ? അനിയേട്ടൻ്റെ മനസ്സ് നല്ലതാണ്, അതുകൊണ്ടാണ് ഞാൻ. അപ്പോഴേക്കും ജലജ പറയേ, എന്താ നീ പറഞ്ഞേ? അവൻ്റെ മനസ്സ് നല്ലതാണോ? പിന്നെ മനസ്സ് നല്ലതായതുകൊണ്ടാണല്ലോ ആ അനാമിക ഇവിടെ കിടന്ന് അനുഭവിച്ചത്. അവളെ ഇവിടുന്ന് ആട്ടിപ്പായിച്ചത് എന്തിനാണെന്ന് നിനക്കറിയില്ലേന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ അഭിനയിക്കുകയാണ് കേട്ടോ നമ്മുടെ അവന്തിക പറയാ, അനാമിക അത്ര നല്ല സ്വഭാവക്കാരിയൊന്നും അല്ലായിരുന്നല്ലോ. അത് മാത്രമല്ല അനിയേട്ടന് ചേരുന്ന ഒരു പെണ്ണും അല്ലായിരുന്നു. അതുകൊണ്ട് അനാമിക ഇവിടുന്ന് പോയി. മുത്തശ്ശനും മുത്തശ്ശിക്കും ഒന്നും അവളെ ഇഷ്ടമില്ലായിരുന്നു. അവളൊരു പെരുങ്കളിയല്ലായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ ജലജ പറയാ, അതെ അവളൊരു പെരുങ്കളിയൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് അവൻ്റെ മനസ്സിൽ മുഴുവൻ ആ നന്ദുവായിരുന്നു, ആ മുട്ടേച്ചി നന്ദു. അതുകൊണ്ടാണ് അവനെ അവളെ ഒഴിവാക്കിയതെന്നാ എൻ്റെ അഭിപ്രായം എന്ന് പറയാം. അപ്പോഴേക്കും അവന്തിക്ക് പറയാം, ഏയ് അനിയേട്ടൻ അങ്ങനെയൊന്നുമില്ല. ഇപ്പം അനിയേട്ടൻ്റെ മനസ്സിൽ നന്ദു ഒന്നുമില്ല. വെറുതെ ഒന്നും പറയേണ്ട അനാവശ്യങ്ങളൊന്നും. നന്ദുവിനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് അറിഞ്ഞത് പിന്നെ അനിയേട്ടൻ്റെ മനസ്സിൽ നന്ദുവില്ല, നന്ദുവിൻ്റെ മനസ്സിൽ അനിയേട്ടനുമില്ല. പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ജലജ പറയാം, ആ ശരി, അങ്ങനെയൊക്കെ ആണെങ്കിൽ കൊള്ളാം, പേടിക്കാതെ നിനക്കിരിക്കാം. ഇനിയിപ്പം നീ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, വിവാഹം കഴിഞ്ഞാലും അവനെ കൈവിട്ട് കളയരുത്. അനാമികയ്ക്ക് സംഭവിച്ചത് നിനക്ക് സംഭവിക്കരുത്. കാരണം അവൻ ഇനിയും ആ നന്ദുവിൻ്റെ പുറകെ പോകുകയല്ലെന്ന് ആര് കണ്ടു? അപ്പോഴേക്കും അധികം പറയാം, അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നല്ലൊരു ദിവസമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാ എന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ ആദർശിനെയും നയനയെ കാണിക്കുന്നത്. അപ്പം നയന ഭയങ്കര സംഭവമായിട്ട് ഒരുങ്ങിയൊക്കെ നിൽക്കുകയാണ്. നിന്നതിന് ശേഷം ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ ഇന്നൊരു നല്ല ദിവസമാണ്, അച്ഛനും അമ്മയും ഒക്കെ വരും, പക്ഷേ നന്ദു വരില്ല, അവൾ ഇന്ന് ഡ്യൂട്ടിക്ക് പോയിരിക്കുക എന്ന് പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അല്ല നന്ദു വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. വെറുതെ അനിയുടെ മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടാക്കും. മാത്രമല്ല അവർ രണ്ടുപേരും ഇഷ്ടപ്പെട്ടതല്ലേ, പക്ഷേ അവരെ ഒന്നാക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ല. രണ്ട് കുടുംബങ്ങൾക്കും താല്പര്യമില്ലാത്ത അങ്ങനെ ഒരു ബന്ധം മുന്നോട്ട് പോകാതിരിക്കുന്നത് തന്നെയല്ലേ നല്ലത്. അതുകൊണ്ട് നന്ദു വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുക. അപ്പം നയനയും പറയാം, ശരിയാ, ഞാൻ അവളോട് പറയുകയും ചെയ്തു, നീ വരണ്ട. ഈ സമയത്ത് നീ അവിടെ എത്തിക്കഴിഞ്ഞാൽ അനിയുടെ മനസ്സിൽ നല്ല വിഷമം ഉണ്ടാകും. അല്ലെങ്കിൽ തന്നെ അവനിപ്പം നല്ല ദേഷ്യത്തിലാണ്. അവന്തിയെ വിവാഹം കഴിക്കാൻ താല്പര്യമൊന്നുമില്ല. ഇപ്പം എല്ലാവരും കൂടെ നിർബന്ധിച്ചത് കൊണ്ടാണ് ഈ വിവാഹ നിശ്ചയത്തിനെങ്കിലും ഇറങ്ങുന്നത്. അവന്തികയെ കാണുന്നത് പോലും അവന് ദേഷ്യമാണെന്ന് പറയാം. അപ്പോൾ ആദർശ് പറയാം, അവന്തിക അബിയെപ്പോലെയും അപ്പച്ചിയെപ്പോലെയും ഒന്നുമല്ല, നല്ല കുട്ടിയാണ്. അവളുടെ അച്ഛൻ തിരികെ വന്നെന്ന് പറഞ്ഞിട്ട് പോലും അച്ഛൻ്റെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കാനോ അച്ഛനെ ഇങ്ങനൊരു ചടങ്ങിനായിട്ട് വിളിക്കാനോ പോലും അവൾ താല്പര്യം കാണിച്ചില്ല. അങ്ങനെയുള്ള അവന്തിക അവൾ മിടുക്കിയാണ്, എനിക്ക് ചേരുന്ന പെണ്ണ. അവൻ്റെ ജീവിതത്തിൽ ഇനിയെങ്കിലും സമാധാനം ഉണ്ടാവട്ടെ. നന്ദുവിനും മറ്റു നല്ലൊരു പയ്യനെ കണ്ടെത്തി നമുക്ക് വിവാഹം നടത്തി കൊടുക്കണമെന്ന് പറയാം. അപ്പോൾ നയനയും പറയാം, ശരിയാ, അത് ചെയ്യണം. അനിയുടെ വിവാഹം ആദ്യം നടന്നാൽ മതിയായിരുന്നു, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുക. അപ്പോൾ ആദർശ് ചോദിക്കുക, അല്ല എന്ത് പ്രശ്നം ഉണ്ടാവുമെന്നാണ് നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നയന പറയാം, ഇപ്പം ചെയ്യുന്നത് നിയമപരമായിട്ട് ശരിയായ കാര്യമാണെന്ന് ആദർശ് എന്നെ തോന്നുന്നുണ്ടോ? മുത്തശ്ശി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പിന്നെ ഒരു കണക്കിന് ഈ തീരുമാനം എടുത്തതും നടത്തുന്നതും ഒക്കെ നന്നായി. അനിയുടെ ഭാവിക്കും അവന്തികയുടെ ഭാവിക്കും ഒക്കെ ഇത് തന്നെയാണ് നല്ലത്. അപ്പോൾ ആദർശ് ചോദിക്കുക, അല്ല നീ എന്താ അതിനെ പറയുന്നത്? ആദർശേട്ടനെല്ലാം മറന്നുപോയോ? അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് കിട്ടിയിട്ടുണ്ടോ അനിക്ക്? ഇല്ലല്ലോ. അതങ്ങനെ കോടതിയിൽ കിടക്കുന്ന സമയത്ത് അനി മറ്റൊരു പെൺകുട്ടിയുമായിട്ട് വിവാഹ നിശ്ചയം നടത്തുന്നതും ഒക്കെ നിയമപരമായി തെറ്റാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയില്ലേ? അനാമിക ചെന്ന് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ വിവാഹ നിശ്ചയം ഇവിടെ വെച്ച് മുടങ്ങിപ്പോവുകയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയാം, അത് ശരി തന്നെയാണ്. അനാമിക കോമ്പൻസേഷന് വേണ്ടിയിട്ട് നിൽക്കുന്നതാ, അല്ലാതെ അനിയുമൊത്തൊരു ജീവിതമൊന്നും അവൾ ഇനി ആഗ്രഹിക്കുന്നില്ലല്ലോ എന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ, പക്ഷേ ഒരു കോമ്പൻസേഷൻ കൊടുത്ത് ആ അനാമികയെ അങ്ങ് ഒഴിവാക്കി വിട്ടിരുന്നെങ്കിൽ ഇപ്പം ഈ ടെൻഷൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇങ്ങനൊരു ചടങ്ങ് നടക്കുമ്പം അവളുടെ വീട്ടുകാരും വന്ന് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള കാര്യത്തിൽ പേടിയുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ ആദർശം പറയാണ്, അങ്ങനെയൊന്നും വന്ന് പ്രശ്നം ഉണ്ടാക്കുകയല്ല. ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ തന്നെ മുത്തശ്ശനല്ലേ ഉള്ളത്. മുത്തശ്ശനാണല്ലോ എല്ലാത്തിൻ്റെയും മുൻപന്തിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. മുത്തശ്ശൻ തന്നെ അതങ്ങ് നേരെ പാട്ട് നോക്കിക്കോളൂ എന്ന് പറയുക. അങ്ങനെ അവരതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഉള്ളിലും ഉണ്ട് അനാമിക വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ എന്നുള്ള കാര്യം കേട്ടോ. അങ്ങനെ വിവാഹ നിശ്ചയത്തിനായിട്ട് അനി ഒരുങ്ങി നിൽക്കുന്നിടത്തേക്ക് ചെല്ലാണ് അവന്തിക.
അവന്തികയെ ചെന്നിട്ട് വിളിക്കുക, അനിയേട്ടാ. എനിക്ക് നല്ല ദേഷ്യം വരിക. അനിയനെ തിരിഞ്ഞ് നിൽക്കുക. അപ്പോൾ അവന്തിക പറയുക, അനിയേട്ടനെ ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരു വിവാഹ നിശ്ചയ ലുക്കൊക്കെ ആയി. ദേ എന്നെ കണ്ടോ, ഞാൻ എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞേ. അപ്പോൾ അനി പറയേ, എന്ത് പറയാനാ അവന്തികേ, ഞാൻ നിന്നോട് പറഞ്ഞതാ ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം. എന്നിട്ട് പിന്നെയും കടിച്ചു തൂങ്ങി നിന്ന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. അപ്പോൾ അവന്തിക പറയാ, മുത്തച്ഛനല്ലേ നമ്മുടെ വിവാഹം തീരുമാനിച്ചത്, അതിനെ എതിർക്കാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ? അപ്പം അനി പറയാ, ഞാൻ നിന്നോട് പറഞ്ഞാലേ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാന്ന്. നിനക്ക് മുത്തച്ഛനോട് പറഞ്ഞുകൂടായിരുന്നു ഈ വിവാഹം നടക്കില്ല എന്ന്. അല്ല, അത് അനിയേട്ടനും ആവായിരുന്നല്ലോ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ. പക്ഷേ നിന്നെ വിഷമിപ്പിക്കാനും ഒന്നും ആർക്കും പറ്റില്ല. അതുകൊണ്ട് ഈ വിവാഹ നിശ്ചയം നടക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, ഇപ്പം എല്ലാവരുടെയും മുമ്പിൽ വിവാഹ നിശ്ചയത്തിനായിട്ട് ഞാൻ ഇറങ്ങി വരും. പക്ഷേ ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കുമെന്നൊന്നും വിചാരിക്കേണ്ട. കാരണം ഒന്നാമത്തത് അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നീ കൂടുതലൊന്നും ആഗ്രഹിക്കാൻ പോകണ്ട അവന്തികെ. അവൾ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഈ വിവാഹ നിശ്ചയം അങ്ങ് മുടങ്ങിപ്പോവും. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ പറഞ്ഞതെന്നോട് മുത്തച്ഛനെ വിഷമിപ്പിക്കാതിരിക്കാൻ ഇപ്പോൾ ഈ ചടങ്ങിന് ഞാൻ ഇറങ്ങണമെന്നാ. അതിനുശേഷം വിവാഹമൊക്കെ ആകുമ്പോഴേക്കും നീ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഈ വിവാഹം വേണ്ടെന്ന് വെച്ചോളാന്നാ. ആ ഒരു വാക്കിൻ്റെ പുറത്ത് മാത്രമാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ അവന്തിക പറയാ, അതൊക്കെ ശരിയാ. എനിക്ക് പക്ഷേ അനിയേട്ടനോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുണ്ട് അനിയേട്ടാ. അത് അനിയേട്ടൻ മനസ്സിലാക്ക്. അതൊക്കെ ഞാൻ മനസ്സിലാക്കാം. പക്ഷെ നീ പറഞ്ഞ വാക്ക് മാറ്റരുതെന്ന് പറയുമ്പം അവന്തിക പറയാ, ഇല്ല മാറ്റിയല്ല. ഇപ്പം തൽക്കാലം നമ്മുടെ വിവാഹ നിശ്ചയം ഒന്ന് നടക്കട്ടെ, അനിയേട്ടനൊന്ന് അടങ്ങെന്ന് പറയാ. അങ്ങനെ അനിയും അവന്തിക ഒരുങ്ങി നല്ല അടിപൊളി സെറ്റപ്പിൽ നിൽക്കുകയാണ്. അനന്തപുരി തറവാടാണെങ്കിൽ വിവാഹ നിശ്ചയത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. എല്ലാം നടക്കുന്നത് പോലെ ആ ഹോളിൽ വെച്ച് തന്നെയാണ് കേട്ടോ ഈ മോതിരമാറ്റ ചടങ്ങ് നടക്കുന്നത്. മുത്തച്ഛനും മറ്റുള്ളവരെല്ലാവരും ഹോളിൽ ഇങ്ങനെ നേരം നടിച്ച് നിൽക്കുകയാണ്. അവന്തികയെ മുകളിൽ നിന്ന് നയനയും നവ്യയും മറ്റുള്ളവരെല്ലാം കൂടി ജലജയും ഒക്കെ കൂടി ഇറക്കിക്കൊണ്ട് വരികയാണ്. ഇപ്പുറത്തെ സൈഡിൽ നിന്നാണെങ്കിൽ അനിയെ ആദർശും അബിയും മറ്റുള്ളവരെല്ലാം കൂടി ഇറക്കിക്കൊണ്ടുവരിക. അങ്ങനെ ഒരു നല്ല അടിപൊളി സന്ദർഭം എത്തുകയാണ്. അങ്ങനെ വിവാഹ നിശ്ചയത്തിന് എല്ലാവരും വന്ന് നിൽക്കുന്ന സമയത്ത് അവന്തികയെ നോക്കുന്നുണ്ട് അനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല. അവന്തിക ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം മുത്തശ്ശൻ ഒരു ഉപദേശമൊക്കെ കൊടുക്കുകയാണ് അനിയോട്. നീ ഇനി പഴയ കാര്യങ്ങളെല്ലാം മറക്കണം. നിൻ്റെ മനസ്സിൽ ഇനി അവന്തിക മാത്രമേ ഉണ്ടാവുള്ളൂ. ജീവിതത്തിൽ ഇതിനു മുമ്പ് സംഭവിച്ച എല്ലാ കൈപ്പേറിയ അനുഭവങ്ങളും നീ അങ്ങ് മറക്കണം. അനാമികയുടെ കൂടെയുള്ള ജീവിതത്തെക്കുറിച്ചും അതിനു മുമ്പ് നന്ദുവിനെ നീ ഇഷ്ടപ്പെട്ടതിനെ കുറിച്ചിട്ടുമൊക്കെ ഇനി നിൻ്റെ ഭാര്യ അവന്തികയായിരിക്കും. അതുകൊണ്ട് അവന്തികയും ഒന്നിച്ച് സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കണം. നിങ്ങൾ കൊച്ചുമകളുടെ സന്തോഷം കാണാനല്ലേ എനിക്ക് താല്പര്യം എന്നൊക്കെ പറയാണ്. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് വന്ന് നിൽക്കുക. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഇനി എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്, ആ മോതിരമാറ്റം അങ്ങ് നടക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അബിക്കും ടെൻഷനുണ്ട് ഇനി അനാമിക വരുമോ എന്നുള്ള കാര്യം. ആ സമയത്ത് എന്നാൽ ശരി മോതിരം അങ്ങ് അവന്തികയുടെ കയ്യിലേക്ക് അനി ആ മോതിരം ഇട്ട് കൊടുക്കാൻ മുത്തച്ഛൻ പറയുമ്പം അവന്തിക വിരൽ നീട്ടുന്നു. അനി മോതിരം ഇട്ട് കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് നിർത്ത് എന്നും പറഞ്ഞ് അങ്ങോട്ട് 2-3 പേര് കയറി വരികയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ വേണുവും രേവതിയും അനാമികയും കൂടിയാണ്. അവരുടെ വരവ് കണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ അവന്തികയും. അതുപോലെ എല്ലാവരും ഞെട്ടിത്തരിച്ച് മുത്തച്ഛനാണ് അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ വേണു വന്നിട്ട് പറയാണ്, നിർത്ത്, ഇതെന്ത് തോന്നിയാസാണ് ഈ കാണിക്കുന്നത്? എൻ്റെ മകളുടെ ഭർത്താവാണ് ഇപ്പോഴും അനി, എന്നിട്ടിപ്പം മറ്റൊരു പെണ്ണിൻ്റെ കയ്യിൽ മോതിരം ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ ഈ ചടങ്ങ് നടത്തുന്നത് എന്തുദ്ദേശത്തിലാണെന്ന് ചോദിക്കുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ല നിങ്ങളിത് മുടക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ അനാമിക പറയുന്നുണ്ട്, അതെ, ഇപ്പോഴും അനിയൻ്റെ ഭാര്യയാണല്ലോ, ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല. അങ്ങനെയുള്ളപ്പം ഇങ്ങനെ ഒരു വിവാഹ വിവാഹത്തിനൊന്നും ഒരു സാധുതയില്ല. ഇത് നടത്തുന്നത് തനി തോന്നിയാസല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ വേണു പറയാം, അതെ, ഇത് തനി തോന്നിയാസാ, ഇത് പറ്റില്ല. എൻ്റെ മോളുടെ ഭർത്താവാ ഇവൻ ഇപ്പോഴും. അങ്ങനെയുള്ള ഇവൻ മറ്റൊരു പെണ്ണിൻ്റെ കയ്യിൽ മോതിരം ഇട്ട് കൊടുക്കുന്നത് ശരിയാവില്ല. ഈ വിവാഹ നിശ്ചയം നടക്കാൻ പാടില്ല എന്ന് പറയുമ്പം മുത്തച്ഛൻ ഒരടി കൊടുക്കുകയാണ് വേണുവിൻ്റെ കാരണത്തിന് നോക്കി. അപ്പോൾ വേണു അടി കൊണ്ട് പൊളഞ്ഞ് നിൽക്കുമ്പോഴേക്കും ഉടനെ തന്നെ അനാമിക പറയുന്നുണ്ട്, എന്തായി ചെയ്തത്? എൻ്റെ അച്ഛനെ എന്തിനാ തല്ലിയത്? ഞങ്ങൾ നിയമപരമായിട്ട് ശരിയായ കാര്യം തന്നെയാണ് ചെയ്തത്. ഇതിവിടെ നടക്കാൻ പാടില്ലെന്നും പറഞ്ഞ് അവിടെ ഒരു സംഘർഷമൊക്കെ സൃഷ്ടിക്കുക. ആ സമയത്ത് തന്നെ കറക്റ്റ് ഒരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുകയാണ്. പോലീസ് ജീപ്പിൽ നിന്ന് നന്ദു ഇറങ്ങി വരികയാണ്. അപ്പോൾ അനി ഇത് കണ്ട് അന്തം വിട്ട് നോക്കുക, എന്താ ഇപ്പം നന്ദു ഇങ്ങോട്ട് വരുന്നത് എന്ന്. അവന്തികയും രേവതിയും അതുപോലെ തന്നെ ജാനകിയും ജലജയും എല്ലാം ഞെട്ടിത്തരിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പം നന്ദു വന്നിട്ട് പറയുന്നുണ്ട്, ഈ വിവാഹ നിശ്ചയം ഇവിടെ നടക്കില്ല. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുക, അതെന്താ?
അതെന്താണെന്ന് വെച്ചാൽ നിയമപരമായിട്ട് ഒരു കംപ്ലൈൻറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഈ നിൽക്കുന്ന അനി ഇപ്പോഴും ഈ അനാമികയുടെ ഭർത്താവാണ്, ഡിവോഴ്സ് ആയിട്ടില്ല. അങ്ങനെയുള്ളപ്പം മറ്റൊരു വിവാഹ നിശ്ചയവും വിവാഹമൊക്കെ നടത്തുന്നത് തെറ്റാണ്. അതിൻ്റെ പേരിൽ ഇവരൊരു കംപ്ലൈൻറ്റ് സ്റ്റേഷനിൽ തന്നിട്ടുണ്ട്, ഇത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഈ ചടങ്ങ് ഇപ്പം ഇവിടെ നടക്കാൻ പോകുന്നില്ല, ഇത് നടക്കാൻ നിർവാഹമില്ല. നിയമപരമായിട്ട് ഇത് തെറ്റാണ്. ഇത് നടന്നാൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും എനിക്കെന്ന് തീർത്ത് പറയാം. പനിക്കുള്ളിൽ അങ്ങ് സന്തോഷമാവാണ് കേട്ടോ, ഈ വിവാഹ നിശ്ചയം അങ്ങ് മുടങ്ങിപ്പോയല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോഴേക്കും അനാമികയും പറയാണ്, ശരിയാണ്, ഞങ്ങളാണ് കംപ്ലൈൻറ്റ് കൊടുത്തത്, ഇത് നടക്കില്ല എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ അന്തം വിട്ട് നിൽക്കുകയാണ്, എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ വിവാഹ നിശ്ചയം അവിടെ വെച്ച് മുടങ്ങുകയാണ്. നമ്മുടെ നന്ദു തന്നെയാണ് കേട്ടോ അതിന് മുൻകൈ എടുത്ത് അത് മുടക്കുന്നത്. അങ്ങനെ എന്തായാലും സന്തോഷകരമായ ഒരു എൻഡിങ്ങിൽ എത്തുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. അതുപോലെ നമ്മുടെ ചാനൽ 1,00,000 സബ്സ്ക്രൈബേഴ്സിലേക്കൊക്കെ എത്താറായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.